നമസ്കാരം. ഏവരുടെയും ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കണം എന്നാണ് ഏവരും ആഗ്രഹിക്കുക. എന്നാൽ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും അവർക്ക് പല രീതിയിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും സമ്മാനിക്കും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏതൊരു കാര്യത്തെക്കുറിച്ചും തൊടുകുറിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. തൊടുകുറിയിലൂടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് ഇപ്പോൾ തന്നിരിക്കുന്ന ഈ രണ്ട് പക്ഷികളിൽ ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ്. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് പക്ഷികളെയാണ്. അതിൽ ആദ്യത്തേത് ഉപ്പനാണ്, രണ്ടാമത്തേത് കാക്കയാകുന്നു. ഈ രണ്ട് പക്ഷികളിൽ ഒരു പക്ഷിയെ ഏവരും തിരഞ്ഞെടുക്കുക. ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. കൂടാതെ നാളെ നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഗ്രഹണ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഫലങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ ചിത്രമായ ഉപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ആരോഗ്യകാര്യത്തിൽ പല രീതിയിലുള്ള ഉത്കണ്ഠകൾ നിങ്ങൾക്കുണ്ട്. ഈ ഉത്കണ്ഠകൾ നിങ്ങളുടെ ജീവിതത്തെ വളരെ ദോഷകരമായി തന്നെ ബാധിക്കുന്നു എന്ന് തന്നെ പറയാം. അത് നിങ്ങളുടെ ആരോഗ്യകാര്യം മാത്രമാകണം എന്നില്ല. കുടുംബത്തിലെയോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതായ വ്യക്തികളുടെയോ ആരോഗ്യകാര്യത്തിലുമാകാം. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള മനക്ലേശങ്ങൾ ജീവിതത്തിൽ പലപ്പോഴായി വന്ന് ചേരുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു കാര്യമുണ്ട്. മനസ്സിലേക്ക് കടന്നു വരുന്നതായ നെഗറ്റീവായ ചിന്തകളെ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അതിനായി ഇഷ്ടദേവതയിൽ അഭയം പ്രാപിക്കുക, കുടുംബദേവതയിൽ അഭയം പ്രാപിക്കുക. മനസ്സിലേക്ക് പോസിറ്റീവായ ചിന്തകൾ നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. പോസിറ്റീവായ ചിന്തകൾ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ വളരെയധികം വർദ്ധിക്കുവാൻ സാധ്യത അല്പം കൂടുതലാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കാം. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ പലതിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാനും സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരാനും സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു. അതേപോലെ തന്നെ പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചില വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവമാണ്. പല രീതിയിലുള്ള വിഷമങ്ങൾ അത് ജീവിതത്തിലേക്ക് കടന്ന് വന്നിട്ടുണ്ട്. ചിലത് മറക്കുവാൻ സാധിക്കാത്തതായ വിഷമങ്ങളും മനസ്സിലുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. ധനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും വന്നു ചേരും. എന്നാൽ വന്നതുപോലെ തന്നെ പോകുന്നതായ അവസ്ഥ അല്ലെങ്കിൽ ധനം നഷ്ടപ്പെട്ടു പോകുന്നതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കും സാധ്യത കൂടുതലുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ കലഹം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ അവസ്ഥയാണ് ഉള്ളത്. അത് പല വ്യക്തികളുമായി ബന്ധപ്പെട്ടാകാം. അത് വീട്ടിൽ തന്നെ ആകണം എന്നില്ല. ആ കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ മനസമാധാനം നഷ്ടപ്പെട്ടു പോകുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവമായ കാര്യമാകുന്നു. സാമ്പത്തികപരമായ ക്ലേശത്തെക്കാൾ മാനസികപരമായ പ്രശ്നങ്ങൾ നിങ്ങളെ വല്ലാതെ അലട്ടുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്ന് തന്നെ പറയാം. മനസ്സിലേക്ക് പല രീതിയിലുള്ള ചിന്തകൾ, വിഷമങ്ങൾ കടന്നു വരികയും അത് തരണം ചെയ്യുവാൻ സാധിക്കാതെ വിഷമിക്കുകയും ചെയ്യുന്നതായ വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും. ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. എവിടെ ചെന്നാലും അവർ ഇരിക്കുന്നിടത്ത് പണം വന്ന് നിറയുന്നതായ അവസ്ഥ, അത് മറ്റുള്ളവർ പോലും അത്ഭുതപ്പെടുത്തുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. ധനപരമായ നേട്ടങ്ങളും നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതുമായി ബന്ധപ്പെട്ടോ ചില കാര്യങ്ങളിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള അവസരങ്ങളാണ് ഇഷ്ടദേവതയായി തന്നെ നിങ്ങൾക്ക് നൽകുക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വിദേശ യോഗം, അതായത് വിദേശവാസ യോഗം നിങ്ങൾക്കുണ്ട്. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും.
തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ പോലും ജീവിതത്തിലേക്ക് വന്നു ചേരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ തീർച്ചയായും ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഇഷ്ടദേവതയെ നിത്യവും ഭജിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന പല ദോഷകരമായ ഫലങ്ങളും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും നിങ്ങൾ ഉയർച്ച നേടുക തന്നെ ചെയ്യും. രണ്ടാമത്തെ ചിത്രമായ കാക്കയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വര കടാക്ഷം നിങ്ങളിലുണ്ട്. അത് നിങ്ങൾക്ക് പല അവസരങ്ങളിലും പ്രകടമാകും. അല്ലെങ്കിൽ ആ സത്യം നിങ്ങൾ മനസ്സിലാക്കണം എന്ന കാര്യം നിസ്സംശയം പറയാം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ തുണയ്ക്കുന്നതായ അല്ലെങ്കിൽ പലപ്പോഴും ആപൽ ഘട്ടത്തിലോ അല്ലെങ്കിൽ മറ്റവസരങ്ങളിലോ ഒരു സഹായം ലഭിക്കുന്നതായി അല്ലെങ്കിൽ ഒരു പിന്തുണ ലഭിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നതാണ്. ദൈവാധീനം നിങ്ങളിൽ ഉള്ളതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈശ്വരാനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ശക്തി പകരുക തന്നെ ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ ഇഷ്ടദേവതയെ അഭയം പ്രാപിക്കുക എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ കാക്കയ്ക്ക് നിത്യവും ആഹാരം നൽകുന്നതും ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഭാര്യാഭർത്തൃ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നതാണ് വാസ്തവം. പല രീതിയിലുള്ള കലഹങ്ങൾ നിങ്ങൾക്കുണ്ട്. പങ്കാളിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാര്യാഭർത്തൃ ജീവിതത്തിൽ പല രീതിയിലുള്ള കലഹങ്ങൾ വന്നു ചേരുന്നു എന്നതാണ് വാസ്തവം. തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങൾ പലപ്പോഴും നിങ്ങൾ പുറമേ കാണിക്കുന്നില്ല എന്നതും വാസ്തവമാണ്. പല പ്രശ്നങ്ങളും പുറമേ കാണുന്നത് പോലെയല്ല എന്നതാണ് വാസ്തവം. അത് നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം വിഷമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാകുന്നു. പൊതുവെ സ്നേഹം പുറമേ കാണിക്കാത്തവരാണ് എന്നതും നിങ്ങളുടെ ഒരു പ്രശ്നമാണ്. അതും പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ മനോബലം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മനോബലം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ഭാഗ്യസമയം വന്നു ചേരുമ്പോൾ ഇത് പ്രകടമാകും. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. നിങ്ങളെ തോൽപ്പിക്കുവാൻ ആർക്കും സാധിക്കുന്നതല്ല. അത് തീർച്ചയായും അടുത്ത് തന്നെ അത്തരത്തിലുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. എന്നാൽ നിങ്ങളിലുള്ള കഴിവ് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റുള്ളവർക്ക് പോലും ചെയ്യാൻ സാധിക്കാത്ത, മറ്റുള്ളവർ കൈയൊഴിഞ്ഞതായ പല കാര്യങ്ങളും ഭംഗിയായി ചെയ്യുവാൻ പൂർത്തിയാക്കുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ബുദ്ധിപരമായി വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. വളരെയധികം ബുദ്ധിശക്തിയുള്ള വ്യക്തികളാണ് എന്ന് തന്നെ പറയാം. ഇവരുടെ ബുദ്ധി വൈഭവത്താൽ വലിയ രീതിയിലുള്ള ഉയർച്ചകൾ നേടുവാൻ സാധിക്കുന്നു എന്നതും പ്രത്യേകതയായി തന്നെ പറയാം. മറ്റുള്ളവരോട് അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തികളോട് വളരെയധികം സ്നേഹത്തിൽ തന്നെ പെരുമാറുന്നതാണ് എന്നതും ഇവരുടെ പ്രത്യേകതയാകുന്നു. സുഹൃത്തുക്കൾ ജീവിതത്തിൽ ഇവർക്ക് പ്രധാനപ്പെട്ടതാണ്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നതും സന്തോഷകരമായ കാര്യങ്ങൾ തന്നെയാകുന്നു. ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ ഉണ്ട്. അത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. അഥവാ ഇഷ്ടദേവതയുടെ കടാക്ഷം നിങ്ങളിലുണ്ട്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എവിടെ താമസിക്കുന്നുവോ അവിടെയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് ഇഷ്ടദേവതയുടെ കടാക്ഷത്താലാണ് എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ വീട്, അതേപോലെ തന്നെ ആഗ്രഹ സാഫല്യം, ലക്ഷ്യത്തിലേക്ക് എത്തുക തുടങ്ങിയ പല കാര്യങ്ങളും സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ അതെല്ലാം ശരിയായ സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും. അതിനാൽ ഒരിക്കലും ഇഷ്ടദേവതയെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ സ്വയം പഴിചാരുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. ശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങളെ വിജയത്തിലെത്തിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം.
പങ്കാളിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ചില വ്യക്തികളുടെ സാന്നിധ്യം നിങ്ങൾക്ക് ധൈര്യം പകരുന്നതാണ്. അത് ഇഷ്ടദേവതയായി തന്നെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു സൗഭാഗ്യം തന്നെയാണ്. പെട്ടെന്ന് കൈകളിലേക്ക് ധനപരമായോ അല്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങളോ വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു.